നമസ്കാരം. തൃശൂർ ജില്ലയിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപമുള്ള CPMന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്തതും നികുതി അടക്കാത്തതുമായ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളുമായി EDയും ആദായ നികുതി വകുപ്പും ഒരുമിച്ച് പോവുകയാണ്. CPMന്റെ കള്ളപ്പണ നിക്ഷേപമുള്ള അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ EDയും ആദായ നികുതി വകുപ്പും നടപടികൾ തുടങ്ങി. ജില്ലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാത്ത 81 അക്കൗണ്ടുകളാണ് CPMനുള്ളത്. ഈ അക്കൗണ്ടുകളിലുള്ള കോടികൾക്ക് നികുതി അടച്ചിട്ടില്ല. കണക്കിൽ ഈ അക്കൗണ്ടുകളിൽ തുകയും കാണിച്ചിട്ടില്ല. കണക്കിൽപ്പെടാത്ത ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നീങ്ങിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും മറ്റു നേതാക്കളെയും EDയും ആദായ നികുതി വകുപ്പും കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിനെ കുറിച്ച് തനിക്കറിയൂ എന്ന നിലപാടിലായിരുന്നു വർഗീസ്. മറ്റു അക്കൗണ്ടുകളെ പറ്റി അറിയില്ലെന്നുമായിരുന്നു വർഗീസിന്റെ മറുപടി. ജില്ലയുടെ പല ഭാഗത്തും പാർട്ടി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ സ്രോതസ് EDക്ക് മുൻപിലും ആദായ നികുതി വകുപ്പിന് മുൻപിലും വെളിപ്പെടുത്തിയേ മതിയാകൂ. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഉണ്ടായിരുന്ന രഹസ്യ അക്കൗണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ചിരുന്നു. ഇതിൽ 5 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ജില്ലാ കമ്മിറ്റിക്ക് വേറെ 4 അക്കൗണ്ടുകൾ കൂടിയുണ്ട്. ഇവയും പരിശോധിച്ചു വരികയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ കള്ളപ്പണം സൂക്ഷിക്കാനായി മാത്രം പ്രത്യേക ലോക്കർ ഉണ്ടെന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു. ഈ പണം മറ്റു രഹസ്യ അക്കൗണ്ടുകളിലേക്കോ നേതാക്കൾ രഹസ്യ കേന്ദ്രങ്ങളിലേക്കോ മാറ്റിയിട്ടുണ്ടാകാമെന്നും സംശയിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ മാത്രം CPM ഭരിക്കുന്ന 12 സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമുണ്ടെന്നത് കഴിഞ്ഞ ദിവസം ED കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. ഈ സഹകരണ ബാങ്കുകളിലും ED പരിശോധന നടത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. MM വർഗീസിന് പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കോർപ്പറേഷൻ കൗൺസിലറുമായ PK ഷാജൻ എന്നിവരെയും ED കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനു ശേഷം രാത്രി ഇവരെ വിട്ടയച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണി മുതലായിരുന്നു ഇവരെ ചോദ്യം ചെയ്തത്. ബിജുവും ഷാജനും CPM നിയമിച്ച കരുവന്നൂർ തട്ടിപ്പ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പാർട്ടിക്ക് നൽകിയില്ലെന്നും അതിനാലാണ് പാർട്ടി കരുവന്നൂരിലെ CPM കൊലയിൽ നടപടി എടുക്കാതിരുന്നതെന്നുമാണ് ബിജുവിന്റെ മൊഴിയിലെ ന്യായീകരണം. ഇത് ED വിശ്വസിക്കുന്നില്ല. എന്നാൽ റിപ്പോർട്ട് പാർട്ടിക്ക് സമർപ്പിച്ചിരുന്നെന്ന് PK ഷാജൻ പറഞ്ഞിട്ടുണ്ട്. കരുവന്നൂർ കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നിവരെ 8.5 മണിക്കൂർ ചോദ്യം ചെയ്താണ് ED വിട്ടയച്ചത്. വീണ്ടും ചോദ്യം ചെയ്യലിനായി MM വർഗീസിനോട് ഈ മാസം 22-ന് ഹാജരാകാനും PK ബിജുവിനോട് വ്യാഴാഴ്ച ഹാജരാകാനും ED നിർദ്ദേശം നൽകി. തൃശൂരിൽ CPMന് വിവിധ സഹകരണ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളെ കുറിച്ചും ആസ്തി വിവരങ്ങളെ കുറിച്ചുമായിരുന്നു ചോദ്യങ്ങൾ. ഈ ആസ്തികളെല്ലാം പിണറായിക്ക് അറിയാവുന്നതാണ് എന്നതാണ് വിവരം. മിക്കവാറും പിണറായിയെ ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉടൻ പിണറായിയിലേക്കായിരിക്കും EDയുടെയും IT വകുപ്പിന്റെയും പോക്ക്. അതായത് ഭൂതം നിധി കാക്കുന്നത് പോലെ പിണറായി ഈ നിധി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. എന്തായാലും പിണറായിയെ ചോദ്യം ചെയ്യാനായി ED എത്തുന്ന നാൾ അധിക വിദൂരമല്ല. അവർ ക്ലിഫ് ഹൗസിലേക്ക് എത്തുക തന്നെ ചെയ്യും. ആസ്തി വിവരങ്ങൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MM വർഗീസ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇതുവരെയും ഈ ചോദ്യം ചെയ്യലിലൊന്നും പിണറായിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തത വരുത്താൻ പിണറായി ഓരോ ഘട്ടത്തിലും ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പ്രസ്താവനകൾ പോലും നേതാക്കൾ ഇറക്കുന്നത്. കരുവന്നൂരിൽ CPM പുറത്തശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ 5 രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നും ക്രമക്കേട് നടന്ന കാലയളവിൽ ഇതിലൂടെ 78 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നെന്നുമാണ് ED കണ്ടെത്തിയിരുന്നത്. നന്ദി.